ഗുരുതുരായിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഒരു പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുക എന്നുള്ളതിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളതിന് പിന്നിലെ ഈ പുസ്തകത്തിന്റെ പ്രൊമോഷൻ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. കാരണം ഈ പുസ്തകത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദിമ ചരിത്രം പാലക്കാടൻ ഭൂമിയിലൂടെ എന്നുള്ള ആ ഗവേഷണ പ്രബന്ധത്തില് ഇതൾവിരിയുന്നത് കേരളത്തിലെ ആദി ചേര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള ചരിത്ര തപസ്യകൾക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ പൊറയനാടിൻ്റെ സംഘകാല കൃതികളിലും, അതായത് ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, സമയത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ 10,000 വർഷം മുതൽ 10,000 BC മുതൽ 200 AD വരെയുള്ള എല്ലാ പുരാവസ്തു ചരിത്ര തെളിവുകളും ഈ തെന്മല താഴ്വരയുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കിയോളജിയിൽ എന്തൊക്കെ ഉണ്ടോ പുരാവസ്തു തെളിവുകളായിട്ട് അതെല്ലാം തന്നെ അത് വളരെ അപൂർവമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രദേശത്ത് തന്നെ എല്ലാ ചരിത്രത്തിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുള്ളത്, ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അപൂർവതയാണ്. അപ്പൊ അതിന്റെ ചരിത്ര അന്വേഷണത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് പ്രാചീന, അതായത് സംഘകാലഘട്ടങ്ങളിൽ 2000 ഇതിലാണ്, ആ കാലഘട്ടത്തിലൊക്കെയാണ് അത് വരുന്നത്. അതായത് AD 1-ാം നൂറ്റാണ്ടിലും അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെയാണ്. BC 3-4 നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങി 8-ാം നൂറ്റാണ്ട് വരുന്നത്. ആ സമയത്ത് പൊറയനാടെന്നാണ് നമ്മുടെ പാലക്കാടല്ല ചേരനാട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ സ്ഥിരാകേന്ദ്രം എവിടെയാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അത് നമ്മുടെ തെന്മല താഴ്വരയുള്ള പാറപ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തു തെളിവുകളുടെയും അതേപോലെ തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിന്റെയും വിശകലനത്തിലൂടെ അതിന്റെ സ്ഥിരാകേന്ദ്രം ഈ ഭാഗത്താണ് എന്നുള്ളത് ഇപ്പൊ കണ്ണമർ പ്രദേശത്തിന്റെയൊക്കെ പാറകളൊക്കെ പുറകെ എന്നുള്ള പേരുകളിലാണ്. പിന്നെ ആ കാലഘട്ടമായിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള, ഞാനെന്റെ മാത്രമാണ് പറയുന്നത്, അപ്പൊ ആ രീതിയിലുള്ള ഇത് വരുന്നുണ്ട്. പിന്നെ വഞ്ചിയെ കുറിച്ചിട്ടുള്ള മുസ്ലിംസ് ആണ്, കൊടുങ്ങല്ലൂരിലാണ് വഞ്ചിയുടെ ക്യാപിറ്റൽ എന്ന ചരിത്രകാരന്മാരും, അല്ല കരൂരാണ് എന്ന തമിഴ്നാട്ടിലെ ചരിത്രകാരന്മാരും 2 വാദഗതികളാണ്. പക്ഷെ ഈ രണ്ടിന്റെയും വസ്തുതകൾക്ക് ഇടയിലാണ്, ഈ രണ്ടിന്റെയും ഇതിൽക്കിടയിൽ എവിടെയോ ആണ് വഞ്ചിയുടെ യഥാർത്ഥ സ്ഥാന നിർണയം എന്നാണ് കേരള ചരിത്രത്തിൽ ശ്രീധരൻ സാറും പറഞ്ഞിട്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ തുടക്കത്തില് ശ്രീധരൻ സാർ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ചെന്ന സമയത്ത് അതിന്റെ പ്രസക്തി സാറിന് ബോധ്യപ്പെടുകയും സാറിലത് വളരെ യാഥാർത്ഥ്യങ്ങളുണ്ട്, വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം എന്ന് പറഞ്ഞ സാറാണ് എൻ്റെ അടുത്ത് MGS നാരായണൻ സാറേയും MR രാഘവൻ സാറിനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന GS സാറ് കഴിച്ചു. അവർക്ക് 2-3 പ്രാവശ്യം കൂടിയൊക്കെ ഓരോ ലിപികൾ കണ്ടെത്തുമ്പോഴും പറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇതാവുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഈ പുരാവസ്തു തെളിവുകളോടൊപ്പം തന്നെ ഈ സംഘകാലാന്തര കൃതികളായിട്ട് അകന്നാന്നൂറ് പുറന്നാന്നൂറ് മണിമേഖല ചിലപ്പതികാരം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന ജിയോഗ്രഫിക്കലായിട്ടുള്ള പദങ്ങളും ഈ പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധവും മറ്റു പ്രദേശങ്ങളിൽ അവയുടെ ഇല്ലായ്മകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അപ്പൊ അവിടെയും വഞ്ചിയുടെ ക്യാപിറ്റലും അതേപോലെ തന്നെ മഹോദയപുരത്തിലേക്ക് കോട്ടമരത്തും ചീമാക്കം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പൊ അതും ഈ ഭാഗത്ത് തന്നെയാണെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. മലയാളം കൊല്ലവർഷം ആരംഭമായിട്ട് ബന്ധപ്പെട്ട് 8 മുതൽ 12 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ മഹോദയപുരം എന്നുള്ളത് കൊല്ലദേശം എന്നുള്ള ഇതിലാണ് ലിപികളിലും ചോള ലിപികളിലൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഈ കൊല്ലം എന്ന് പറഞ്ഞ പുതിയ രാജധാനി എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നിലവിലുള്ള തീയതികളുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രസക്തി സൂചിപ്പിക്കേണ്ട ആ രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ട്, അതോടൊപ്പം തന്നെ കൊല്ലവർഷം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ വരുന്ന ജ്യോതിശാസ്ത്ര പണ്ഡിതൻ ആര്യഭടൻ നടക്കുന്ന പുതിയ കൺസെപ്റ്റാണ്. ആര്യഭടൻ ചമ്രവട്ടത്ത് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ ഉള്ള സ്വാധീനങ്ങൾ, ജ്യോതിഷ പണ്ഡിതന്മാരുടെയൊക്കെ സ്വാധീനത്തും അത് എങ്ങനെ മലയാള കൊല്ലവർഷ ആരംഭമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അങ്ങനെ എല്ലാം സമഗ്രമായിട്ട് നിലവിലുള്ള സമസ്യകൾക്ക് എല്ലാറ്റിന്റെയും അല്ലെങ്കിൽ ഒരു ഉത്തരം എന്നുള്ള രീതിയിലല്ല, അതിലൊരു പുതിയ പുനർവ്യാഖ്യാനം എന്നുള്ള തലത്തിലുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു തന്നെ. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇതിനകത്ത് പിന്നെ എല്ലാം ഇത് വരുന്നുണ്ട്. അതിനുശേഷം 13-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ ചേര സാമ്രാജ്യം 12-ാം നൂറ്റാണ്ടിന് വിഭജിക്കപ്പെട്ടു. ഇവിടെ നിന്ന് വെൺകുണ്ട നാടായിരുന്നു, പിന്നെ വെണ്ണാട് വെണ്ണാട്ടിലേക്ക് മാറിയതിന്റെയും അവിടത്തെയും ജോഗ്രഫിക്കലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാം വളരെ വിശദമായിട്ട് തന്നെ. പിന്നെ ആന്ധ്രയിൽ നിന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള പല്ലവ ചോള ചാലൂക്യമായിട്ട് കുടിയേറ്റങ്ങളുണ്ട്, ആക്രമണങ്ങള്, അതിന്റെ സ്വാധീനങ്ങൾ, പാലക്കാട് ജില്ലയിൽ വെച്ചിട്ടുള്ള സ്വാധീനങ്ങള്,
പിന്നെ അതിനുശേഷം സാമൂതിരി വരുന്നു, സാമൂതിരി ഏരിയ പിടിച്ചെടുക്കുന്നു, നമ്പടി വംശം വരുന്നു. അതിനുശേഷം ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും മറ്റേ ആക്രമണത്തിന്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടവും ടിപ്പുവിന്റെയും കൂടി കാലഘട്ടം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്ന വരെയുള്ള ഒരു ചരിത്രം ഇതിൽ വിരിയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിന്റെയും സ്ഥിരാകേന്ദ്രം, ചേരനാടിന്റെ സ്ഥിരാകേന്ദ്രം ഈ നമ്മുടെ ഈ പാലക്കാട് എല്ലാം ഈ നമ്മുടെ കേരളത്തിന്റെ പ്രവേശന കവാടമായിട്ടുള്ള ഭാരതപ്പുഴ തീരത്തിലുള്ള ഈ പ്രദേശത്തിലൂടെയാണ് സ്ഥാപിക്കുന്ന തെളിവുകളിലൂടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രധാനത്തിന്റെ ചരിത്ര പ്രസക്തിയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡോക്ടർ ശെൽവകുമാർ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് എക്സവേഷനും ഇവരൊക്കെ എനിക്ക് PhD, ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ PhD. അതേപോലെ തന്നെ അന്ന് ഈ ബുക്കൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു, പിന്നെ മറ്റേ ചില ഇതിലേക്കൊക്കെ മനസ്സ് കൊടുക്കേണ്ട വന്നതുകൊണ്ടാണ് ഇതല്പം നീണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ശെൽവകുമാർ സാറും ജനി ഒക്കെ പങ്കാളികളായിട്ടുള്ളവരാണ്. അതേപോലെ തന്നെ KK മുഹമ്മദ് സാറും ഇതിനകത്ത് ഇതിന്റെ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാറാണ് ബുക്കിനകത്ത് അവതാരിക എഴുതിയിട്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 400ഓളം ഈ പ്രദേശത്തുള്ള പുരാവസ്തു കടത്തിനെ കുറിച്ചിട്ടുള്ള പൈതൃക ചിത്രാവലി എല്ലാവരുടെ ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്, അതിന്റെ എക്സിബിഷൻ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ സ്പെഷ്യലായിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അതിന് പുറമെയാണ് സാറുടെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ചമ്പൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറ് പടാവലിയിൽ മറ്റൊക്കെ ചെയ്തിട്ടുള്ള, അതായത് സാറായിരുന്നു അയോധ്യയിൽ എക്സിബിഷൻ ചെയ്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ആർക്കിയോളജി ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തായിരുന്നു KK പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. പിന്നീട് ചമ്പൽക്കാടുകളിലേക്ക് അദ്ദേഹത്തെ അന്ന് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടപ്പോൾ അവിടെ ചമ്പൽ കൊള്ളക്കാരുടെ സഹായത്തോടു കൂടിയിട്ട് തകർക്കപ്പെട്ട 10-16ഓളം വലിയ ക്ഷേത്രങ്ങളുടെ ജനക സൈറ്റിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അത് യുനെസ്കോയുടെ സഹായത്തോടെ പുനഃസ്ഥാപിക്കുകയും പറ്റുകയും ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പൊ സാറ് അതിന്റെ 2-3 വർഷം കൊണ്ട് വിളിച്ച് എന്നോട് അപ്പോഴാണ് ഞാൻ അവതാരിക ഇതൊന്ന് ചോദിച്ചിട്ട് സാർക്ക് മാറ്ററൊക്കെ കൊടുത്ത് അങ്ങനെ ആ രീതിയിലുള്ള ഒരു അവതാരിക സാറ് തന്നെ പ്രകാശകർമ്മം നിർവഹിക്കാൻ ഭംഗിയായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംരംഭത്തിന് 672ഓളം പേജുകളാണ് വരുന്നത്. ഫോട്ടോസും മറ്റൊക്കെ ഉണ്ട്. ഇതിൽ പിന്നിൽ മറ്റ് ഒരുപാട് കാര്യങ്ങളും മറ്റൊക്കെ വരുന്നുണ്ട്. വിക്ടോറിയ നിന്നുള്ള ഹിസ്റ്ററി സ്റ്റുഡൻസും എല്ലാവരും ഒക്കെ വരുന്നുണ്ട്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വയനാട് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ബുക്കിന്റെ പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് പാലക്കാടിന്റെ പ്രസക്തി നമുക്ക് ഒരു പുതിയ ഡയമെൻഷനകത്ത് കേരളത്തിന്റെ ആദിമ സംസ്കാരത്തിന്റെ സ്ഥിരാകേന്ദ്രം ഈ ഭാഗത്താണ് എന്നുള്ള തരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാട് ഒരു വിളംബരം കുറിച്ചുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് പ്രാധാന്യം പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഈ പൈതൃക ചിത്രാവലി എന്നുള്ളതും പ്രത്യേക രീതിയിലേക്ക് ഫീച്ചറായിട്ട് മറ്റൊക്കെ തയ്യാറാക്കാവുന്ന തന്നെയാണ്. സാറിന്റെ സെമിനാറുകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിലൊരു കവറേജ് ഇതിനകത്ത് കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.